മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് പ്രതിഷേധം തുടർന്നു. മലപ്പുറത്ത് KSU മാർച്ചിൽ സംഘർഷം. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ സംഘർഷം നിലനിൽക്കുന്നു. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ തത്സമയം ചെയ്യുന്നു. ഷഹദ്, എന്താണ് അവിടെ അവസ്ഥ? എപ്പോഴാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്? പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ നീക്കം ചെയ്യുകയാണോ? MSFന്റെ പ്രതിഷേധം കൂടിയുണ്ടല്ലോ, അതെവിടെയാണ് നടക്കുന്നത്? തീർച്ചയായും SKN, ഇപ്പോൾ MSFന്റെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അതായത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം നടക്കുന്നത്. നമുക്കറിയാം, ഈ MSFന്റെ നേതൃത്വത്തിൽ ഇന്നലെയും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മലബാറിൽ സീറ്റ് പ്രതിസന്ധി അത് രൂക്ഷമായി തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ MSF ഇപ്പോൾ രാവിലെ ഈ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ ഈ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ആസൂത്രണമായിട്ടുള്ള ഒരു സമരം തന്നെയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സമരം ഉണ്ടാകുമെന്ന് അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതായത് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച നേരത്തെ തന്നെ ഈ പ്രവർത്തകർ ഈ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നു. ശുചിമുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ പ്രവർത്തകർ. തുടർന്ന് ഏകദേശം ഓഫീസിൽ ജീവനക്കാർ വന്നു തുടങ്ങിയ ഘട്ടത്തിൽ പ്രവർത്തകർ പൊടുന്നനെ ചാടി വീഴുകയായിരുന്നു ഈ ഓഫീസിന് സമീപത്തേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെയും സമാനമായ രീതിയിൽ അതായത് KSU പ്രവർത്തകരും ഈ ഇത്തരത്തിൽ സമരം സംഘടിപ്പിച്ച ഘട്ടത്തിൽ പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കി കാവൽ നിന്നെങ്കിലും പോലീസിനെ കണ്ണുവെട്ടിച്ച് മതിൽ ചാടിക്കടന്ന പ്രവർത്തകർ ഇത്തരത്തിൽ അകത്ത് കയർന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസ് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കയറുന്ന കവാടത്തിലും അതുപോലെ തന്നെ ഈ ഓഫീസിന് സമീപത്തും ഒക്കെ തന്നെ. പക്ഷേ അപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നേരത്തെ കൂട്ടി പ്രവർത്തകർ ഈ ഓഫീസിന്റെ പരിസരത്ത് എത്തുകയും അവരുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ഈ ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉള്ളതുകൊണ്ട് അങ്ങനെ പൂട്ടിയിട്ട് പ്രതിഷേധിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ പ്രവർത്തകർക്ക് സാധിച്ചില്ല. പക്ഷേ മറിച്ച് കൃത്യമായിട്ടുള്ള പ്രതിഷേധം അത് അവർക്ക് രേഖപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെങ്കിലും ബാക്കിയുള്ള പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവരെ കൊണ്ടുപോകാൻ ജീപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പോലീസ് വീണ്ടും അടുത്ത ജീപ്പ് വിളിക്കാൻ വേണ്ടി പോയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഓഫീസിന്റെ മുൻവശത്ത് കുത്തിയിരുന്നിട്ടാണ് MSF പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അവരെ ബലം പ്രയോഗിച്ച് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ പ്രതിഷേധിക്കുന്നവരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവർ അറിയിക്കുന്നില്ല. പൊടുന്നനെയുള്ള പ്രതിഷേധങ്ങൾ ആ ഘട്ടത്തിൽ മാത്രമാണ് അറിയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പോലീസിനെ കുഴക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇവിടെ നിന്നാണ് പ്രവർത്തകർ വരുന്നത് എന്നൊന്നും അറിയാത്ത രീതിയിൽ ഇന്നലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഇത്തരത്തിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ടെങ്കിലും പക്ഷേ അവരുടെ പ്രതിഷേധം അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ആ ഒരു ഉദ്യമത്തിൽ അവർ പല ഘട്ടങ്ങളിലായിട്ട് വിജയിക്കുന്നുണ്ട് മലപ്പുറത്തെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം 30,000-ലധികം വിദ്യാർത്ഥികളാണ് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പുറത്തു വന്നപ്പോഴും പുറത്തു നിൽക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ കടക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ന് ABVPന്റെ നേതൃത്വത്തിലും പ്രതിഷേധ സമരത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ജില്ലാ നേതൃത്വം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് MSFന്റെ പ്രതിഷേധമാണ്. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിക്കാനായിരുന്നു MSF പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടു. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ വലയം ഭേദിച്ച് അവർ അകത്ത് കടന്നു. അവരവരുടെ പ്രതിഷേധം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. SKN. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.